സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണാൻ അവൻ ആഗ്രഹിക്കില്ല. പറഞ്ഞു വന്ന ഞങ്ങൾ അവര് ഫിസിക്കൽ വരെ ആയതാണ്. കാരണം എന്താ വെച്ചാൽ എന്നെ മാക്സിമം എന്നെ യൂസ് ചെയ്തവൻ എന്നെ ആദ്യത്തെ പ്രണയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആദ്യത്തെ വ്യക്തിക്ക് ഗെയിം മൈൻഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുമ്പോ ഒരു ആൺകുട്ടി എന്നൊരു ഇത് തന്നെയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല ആൾക്ക്. പക്ഷെ കൂട്ടരോടൊക്കെ പോയി ഇവൻ ഞാനും കൂടെ ഒരു ദിവസം ലുലുമാളി പോയ സമയത്ത് ഇവൻ നോക്കുന്ന ഫുൾ ആമ്പിള്ളാരെയാ. എന്തിനാണ് ഇവൻ ആമ്പിള്ളാരുമായി നോക്കുന്നത്? ഏത്തപ്പഴമാണ് ഞാൻ കഴിക്കാറ്. പഴമാണ് മാഡത്തിന്റെ പഴമാണ് മെയിൻ ആയിട്ടല്ലേ മേഡം പോട്ട് വേണ്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടി പല്ലേ കമ്പ്ലീറ്റ് കുറച്ച് മണ്ണം വെക്കുമ്പോൾ സെറ്റായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു താരമാണ് രേണുസുതി. രേണുസുതിക്ക് ശേഷം രേണുസുതിയുടെ ഡ്യൂപ്പ് എന്ന പേരിൽ ഒരു താരം രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. ആ താരത്തിന്റെ നിരവധിയായിട്ടുള്ള റീൽസുകളും പുതിയ പുതിയ സിനിമകളും ഓരോ പ്രൊജക്ടുകളും ഒക്കെ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ സാധിക്കുന്നുണ്ട്. റിയ ക്ലീറ്റസ് എന്ന് വിളിപ്പേരുള്ള ഈ ഒരു താരത്തിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ചിലരെങ്കിലും താരത്തെയും നെഞ്ചിലേറ്റുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിവേ സമ്മിശ്രമായ ഈ ഒരു പ്രതികരണത്തിനിടയിലും താരം നടത്തി, അതായത് താരത്തിനും ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നു. താരത്തിന്റെ ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നു. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, അതായത് രേണുസുതിയുടെ ഈ ഒരു അഭാവം, രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഈ ഒരു അഭാവത്തിൽ വലിയൊരു താരമായി സോഷ്യൽ മീഡിയയിലെ താരമായി മാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്താണ്? താരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്, അതായത് ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ താരം നടത്തുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണാൻ അവൻ ആഗ്രഹിക്കില്ല. അവൻ ആണത്തോള്ള ആളാണെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു താലിമാല കഴുത്തി വീണതിന് ശേഷം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് ഒരു സിൻസിയർ ആയിട്ടുള്ള റിലേഷൻ. ശരീരം ആഗ്രഹിക്കാത്ത ഒരു ആണിന്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ശരീരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടക്കും. അവന് ജസ്റ്റ് അവന്റെ കാര്യം സാധ്യം, അതേപോലെ അവന് അടുത്ത വള്ളി പിടിക്കും. ഒന്നാലോചിച്ച് നോക്കുക, വളരെ വികാരധീനിയായി താരം പൊട്ടിക്കരിയുകയാണ്. 67ഓളം ആളുകളെ പ്രണയിച്ചു. അതിൽ 60ഓളം ആളുകൾ തന്നെ പറ്റിച്ചുപോയി. അതിൽ 7 പേരെ താൻ കടുത്ത രീതിയിൽ പ്രണയിച്ചു. അതിലേറെക്കുറെ എല്ലാവരുടെയും ഉദ്ദേശം മറ്റതായിരുന്നു, അതായത് തന്റെ ശരീരം കാണണമെന്നുള്ള മാത്രം ഉദ്ദേശം. അതായത് ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാതെ ഓളെ ചൂഷണം ചെയ്യണം, മോളുടെ സൗന്ദര്യം കാണണം, മോളുടെ തുണി അഴിച്ച് കാണണം എന്നുള്ളൊരു പൂതി മാത്രമുള്ള പഹയന്മാരൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഏതരം കള്ളഹിമാറുകളായിരിക്കും? അത്രയും അധികം താഴേക്ക് പോയ ആ ഒരു കള്ളഹിമാറുകളെ എങ്ങനെയാണ് വർണ്ണിക്കാൻ സാധിക്കുക? എത്ര വയസ്സായി? ഇപ്പൊ ഏജ് 29. അതുവരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്, അത്രയും സത്യസന്ധമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് നമ്മുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. 67 റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. 67 എപ്പോഴാണ് ആദ്യത്തെ പ്രണയം? ആദ്യത്തെ പ്രണയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ല, ഇപ്പൊ പറഞ്ഞു വന്ന് ഇപ്പഴങ്ങ് നിക്കത്തില്ല കേട്ടാ. ആദ്യത്തെ ഫസ്റ്റ് പ്രണയം, മറക്കാൻ പറ്റാത്ത പ്രണയം, ചതിക്കപ്പെട്ട പ്രണയം മാത്രം പറഞ്ഞത്. ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് 2 എണ്ണത്തിനെ മനസ്സിൽ തട്ടി സ്നേഹിച്ചതാണ്, ബാക്കിയെല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. അതായത് ഈ ഒരു ചെറിയ പ്രായത്തിനിടയിൽ 29 വയസ്സിനിടയിൽ 69 പഹയന്മാരെ പ്രേമിക്കുക. അതിൽ ഏറിയ പങ്കും തന്റെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങിപ്പോയവരായിരുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകളിലേക്ക് ഒരുപക്ഷെ താരം കടന്നിട്ടുണ്ടാവും. എന്താണ് സംഭവിച്ചത്? എന്നാൽ ഏറെ ദുഃഖകരമായ മറ്റൊരു ഏട് താരത്തിന്റെ ജീവിതത്തിലുണ്ടായി. അത് വരട്ടെ. റിയ ഇത് പേരില്ലേ രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചെന്ന് പറഞ്ഞല്ലോ. 67 ടോട്ടല് 2 ആ 2 എണ്ണത്തിന് എന്ത് പറ്റി? അതിലൊന്ന് കാര്യമായിട്ട് ആയിപ്പോയി. കാര്യമായിട്ട് എന്തായിപ്പോയി? ആദ്യത്തെ ഗെയിം മൈൻഡ് ആയിരുന്നു. ഗേ ആയിരുന്നു എന്റെ ആദ്യത്തെ റിലേഷൻ. അത് താങ്കൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആദ്യത്തെ വ്യക്തിക്ക് ഗെയിം മൈൻഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുമ്പോ ഒരു ആൺകുട്ടി എന്നൊരു ഇത് തന്നെയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല ആൾക്ക്. പക്ഷെ കൂട്ടരോടൊക്കെ പോയി ഇവൻ ഞാനും കൂടെ ഒരു ദിവസം ലുലുമാളി പോയി.
ദുരുമാളി പോയി, അതായത് ഏറെ മോഹിച്ചൊരു പഹയനെ സ്നേഹിക്കുന്നു. ഒരുമായ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓളുടെ സൗന്ദര്യ ധാമത്തിൽ മുഴുകി ഓളെ ഫിസിക്കലി ചൂഷണം ചെയ്യുന്നു, ഫിസിക്കൽ ബന്ധത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയാണ് ആ ഒരു പഹയൻ LGTVയുടെ അതേ ഒരു ഗേ ആയിരുന്നു. ഓനിക്കിഷ്ടം മറ്റുള്ള ആണുങ്ങളായ പഹയന്മാരെ ആയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു പഹയൻ ഇതുമാണെന്ന് കരുതി വന്നതായിരിക്കാം. ഓമന്നി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓനിക്ക് മനസ്സിലായത് ഇതാണല്ല, ഇതൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം, ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു പഹയൻ തിരിച്ചറിഞ്ഞത്. ഒരു ആൺകുട്ടി എന്നൊരു ഇത് തന്നെയാണ് നമുക്ക്, ഒരു കുഴപ്പമില്ല ആൾക്ക്. പക്ഷെ കൂട്ടരോടൊക്കെ പോയി ഇവൻ ഞാനും കൂടെ ഒരു ലുലുമാളി പോയി. ലുലുമാളി പോയ സമയത്ത് ഇവൻ നോക്കുന്ന ഫുൾ ആമ്പിള്ളാരെയാ. എന്തിനാണ് ഇവൻ ആമ്പിള്ളാരുമായി നോക്കുന്നത്? ചേടാ, അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എന്നോട് ചോദിച്ചെടി അവനെ കാണാൻ കൊള്ളാല്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചേ, എടാ നീ പെൺപിള്ളാരുമായി നോക്കിയാ പോരെ, നീ എന്തിനാടാ ആമ്പിള്ളാരെ നോക്കുന്നേന്ന്. പക്ഷെ എനിക്ക് അന്നും ക്ലിക്ക് ചെയ്തില്ല. പിന്നീട് ഇവൻ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളുണ്ടാകും, ഞാനിപ്പോ പറയുന്നില്ല, പല ഉദ്ദേശങ്ങളും ആയിരിക്കും വന്നേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് മാക്സിമം അന്നാ സമയത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി, സിൻസിയർ ആണെന്നുള്ള രീതിക്ക് നമ്മളും നിന്ന്. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആ ഒരു ഇത് കാണിക്കുന്നില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ താങ്കൾ ഈ 67 പേരിൽ എത്ര പേര് താങ്കളെ പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 പറ്റിച്ചെന്ന് കൂട്ടാം. 60 പറ്റിച്ചു, ബാക്കി 7 നിങ്ങൾ പറ്റിച്ചു. പിന്നെ അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. അത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല. എനിക്ക് 7 പേര് താങ്കളെടുത്ത് ടൈം പാസിന് വന്ന കാരണം തിരിച്ചും പല ഉദ്ദേശങ്ങളും ആയിരിക്കും വന്നേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് മാക്സിമം അന്നാ സമയത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി. ഒന്നാലോചിച്ച് വെക്കുക, ഇതുപോലൊരവസ്ഥ ഒരു കാമുകിമാർക്കും ഉണ്ടാകാൻ പാടില്ല. അതായത് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ കാമുകനായ പഹയനോടൊപ്പം ലുലുമാളിൽ പോകുന്നു. ലുലുമാളിൽ വെച്ച് ഓൻ മറ്റുള്ള ആൺകുട്ടികളെ നോക്കുന്നു. ഒന്ന് ആലോചിച്ച് വെക്കുക, താൻ അതീവ സുന്ദരിയാണെന്നിരിക്കെ തന്നോടൊപ്പം വരുന്ന തന്റെ കാമുകൻ തന്നെ നോക്കാതെ ആണുങ്ങളായ പഹയന്മാരെ നോക്കുക. ഓളുടെ അഭിമാനത്തിന് സംഭവിക്കുന്ന ആ ഒരു ഇടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഓൾക്കുണ്ടായത്. അതോടുകൂടി മാനസികമായി ഓള് തളരുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഈ മേഡത്തിന്റെ ഈ ശരീരത്തിന്റെ, അതായത് ഭക്ഷണ രീതികൾ എങ്ങനെയാണ്? ഭക്ഷണ രീതി ഞാൻ അങ്ങനെ ആഹാരം കഴിക്കാറില്ല. ഞാൻ കൂടുതൽ കഴിക്കാറ് ഏത്തപ്പഴങ്ങളാണ്. ഏത്തപ്പഴമാണ് ഞാൻ കഴിക്കാറ്. പഴമാണ് മേഡത്തിന്റെ ഇത്? അപ്പൊ പഴമാണ് മെയിൻ ആയിട്ടല്ലേ? മേഡം പോയിട്ട് വേണ്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവിടെ പയ്യെ പോകും മേഡം. അതെ, 67 പ്രണയം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഈ പരിപാടി എനക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയ ഓള് അഭിനയ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അഭിനയ രംഗത്തിൽ തന്റെ മാറ്റുരയ്ക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി താൻ കടന്നു വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള റീൽസുകളും സിനിമകളും ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ ഒരു പുതുമുഖ താരത്തെ നെഞ്ചിലേറ്റിയെന്നാണ് പറയാൻ കഴിയുന്നത്. ഏതാണ്ട് 25,000-ഓളം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഓൾറെഡി ആയി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ നെഞ്ചിലേറ്റിയേക്കാം. ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് താൻ വന്നത്. 67ഓളം പഹയന്മാര് തന്നെ ശാരീരികമായും അല്ലാതെയും ഒക്കെ ദ്രോഹിച്ചു എന്നുള്ള ആ ഒരു വസ്തു നിൽക്കുമ്പോൾ തീർച്ചയായും താരത്തിന് വലിയ രീതിയിലുള്ള ഉന്നതിയിലേക്ക് ഈ ഒരു മേഖലയിൽ എത്താൻ സാധിക്കും. അഭിനയത്തിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും ശരീര വടിവിന്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു നടിയെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഏതൊരു നടിയോടും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതുമുഖ താരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? താരത്തിന്റെ ഈ ഒരു തുറന്ന പറച്ചിൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.